ഹലോ നമസ്കാരം കൂട്ടുകാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വർക്ക് ഫ്രം ഹോം ജോബാണ്. നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പോസ്റ്റിന്റെ പേര് അസോസിയേറ്റ് ഓൺലൈൻ KYC, അതായത് BKYC അപ്ഡേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ബാങ്കിന്റെ. അതിനെപ്പറ്റി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്താണ് BKYC എന്നുള്ളത്. നിങ്ങൾ KYC എന്ന് കേട്ട് കാണും. അതുപോലെ തന്നെ BKYC സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ്. ശമ്പളം നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു 40,000 രൂപയുള്ള ശമ്പളം കിട്ടും. 40,000, 45,000. നിങ്ങൾ എങ്ങനെ ആ ഓൺലൈനിലായിരിക്കും ഇന്റർവ്യൂ. നിങ്ങൾ എങ്ങും പോകേണ്ട, നിങ്ങളുടെ വീട്ടിൽ ടെലിഫോണിലൂടെ ആയിരിക്കും ഓൺലൈനായിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അതിൽ നിങ്ങൾ എങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നു ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചിലപ്പോൾ 35,000 ആയിരിക്കും, ചിലപ്പോൾ 40,000 ആയിരിക്കും, 45,000, 50,000. ആ ഒരു സമയത്തിന്റെ നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കും ഇന്റർവ്യൂ ചെയ്യുന്നവരുമായിട്ട് അത് കണക്ക് നിങ്ങളുടെ സാലറി കൂടിയും കുറഞ്ഞും ഇരിക്കും. ഗ്രാജുവേറ്റ് നിങ്ങൾക്ക് പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫീസ് ഒന്നും കൊടുക്കണ്ട. ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് നടക്കേണ്ടത്. നിങ്ങൾക്ക് എക്സാമും ഇല്ല. ഓൺലൈനിലായിട്ട് ഒരു ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക. ജൂൺ 30 വരെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ജോബ് ഞാൻ പറഞ്ഞു BKYC എന്ന് പറഞ്ഞ ആ ജോബ് എന്താണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. സെലക്ഷൻ പ്രോസസ് എന്താണ് അത് ഞാൻ പറയും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായിരിക്കണം, നിങ്ങളുടെ ഏജ് എന്തായിരിക്കണം, ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, എക്സ്പീരിയൻസ് വേണോ വേണ്ടയോ, പല പോസ്റ്റ് ഉണ്ട്, 3 or 4 പോസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു പോസ്റ്റിൽ എങ്ങനെയാ വരുന്നതെന്ന് നിങ്ങൾ നോക്കണം. എല്ലാത്തിനും പ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തുമാത്രം സാലറി, ഇന്നാണ്ട് നിങ്ങളുടെ സാലറി എന്താണ്, ജോബ് ലൊക്കേഷൻ, നിങ്ങളുടെ ആൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൾ ഓവർ ഇന്ത്യയിൽ ജോബ് ലൊക്കേഷൻ ഉണ്ട്, നമ്മുടെ കൊച്ചിയിലും ഉണ്ട്. ജോബ് പ്രൊഫൈൽ എന്താണ്, ഈ ജോബിന്റെ പ്രൊഫൈൽ എന്താണ്, അത് തന്നെയാണ് എബൌട്ട് ദ ജോബ്. ഹൗ ടു അപ്ലൈ, നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൂടാതെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. അപ്ലൈ മോഡ് ഓൺലൈനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. നോ എക്സ്പീരിയൻസ് പ്രഷർ ആർ എലിജിബിൾ. നോ എക്സ്പീരിയൻസ് പ്രഷർസ് ആർ എലിജിബിൾ എന്ന് പറയുന്നുണ്ട്. ഫോം ഫീസ് UR ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, ഫീമെയിൽ നിങ്ങൾക്ക് 0 ഫീസാണ്. ഒരു ഫീസും കൊടുക്കേണ്ട. അപ്രോക്സിമേറ്റ് സാലറി ഞാൻ പറഞ്ഞ് അത് ഏത് തരത്തിലാണ് കൂടുകയും കുറയുകയും ചെയ്ത് സാലറി നിങ്ങൾക്ക് 30,000 തൊട്ട് 45,000 രൂപ വരെ പെർ മന്ത് കിട്ടും. നിങ്ങളുടെ ഏജ് ലിമിറ്റ് മിനിമം 17 വയസ്സ് വരെയുള്ള മെയിലിനും ഫീമെയിലിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. മാക്സിമം അക്കോർഡിംഗ് ടു പോസ്റ്റ് അവിടെ പറയുന്നുണ്ടായിരിക്കും, ചില പോസ്റ്റിൽ പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊരു 55 വയസ്സ് വരെ, മിനിമം ഒരു 55 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേറ്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. കാൻഡിഡേറ്റ് മസ്റ്റ് റീഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കുക. ഇവിടെ വെബ്സൈറ്റ് ഞാൻ തന്നിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട് എന്റെ വീഡിയോയുടെ താഴെ. നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അവിടുന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. അതെപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കണക്ക് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇനി ഞാൻ പറയുന്നത് ഈ BKYC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന എന്താണെന്ന്. നിങ്ങൾക്ക് SBI കാർഡ്, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഈ 2 കാർഡും മെയിൻറ്റെയിൻ ചെയ്യുന്നത് SBI കാർഡിന്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ SBI കാർഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഹോം ജോബാണ്, വർക്ക് ഫ്രം ഹോം ജോബാണ്. നിങ്ങളുടെ ഈ ജോബിന്റെ പേര് അസോസിയേറ്റ് BKC സപ്പോർട്ട് എന്നാണ്. നിങ്ങളുടെ BKYC, അതായത് വീഡിയോ KYC. നിങ്ങൾ KYC എന്നുള്ളത് നിങ്ങൾ കേട്ട് കാണും. അപ്പൊ ഇതെന്ന് പറയുന്നത് വീഡിയോ KYC ആണ്. അതെങ്ങനെയാണെന്ന് എനിക്ക് സംശയം തോന്നും. എങ്ങനെയാണ് വീഡിയോ KYC ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിയേ, അതായത് ബാങ്കിന്റെ ഈ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ SBI കാർഡിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി SBI കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു SBI കാർഡ് ഹോൾഡർ അല്ലെങ്കിൽ കാർഡിന് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളെ പുള്ളിയുടെ ഡീറ്റെയിൽ അതായത് ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളിയുടെ KYC ഈ വീഡിയോയിലൂടെ നോക്കി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ആധാർ കാർഡ് കാണിക്കുന്നുണ്ട്. അതിലൂടെ നോക്കി കൺഫേം ചെയ്യുന്നതാണ് ഈ BKYC എന്ന് പറയുന്നത്. അതായത് എങ്ങും പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ഇത് ചെയ്യാൻ, നിങ്ങൾ എങ്ങും പോകേണ്ട. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൂടെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിലൂടെ നിങ്ങൾക്ക് ഇത് ജോലി ചെയ്യുവാനും പറ്റും. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. SBI കാർഡിന്റെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്. ഇവിടാണ് നിങ്ങൾ വരുന്നത്. ഇവിടെ 4
പോസ്റ്റ് ഉണ്ട് ഞാൻ പറയുന്നത്. അസോസിയേറ്റ് VKYC സപ്പോർട്ട് ഉണ്ട്, അസോസിയേറ്റ് VKYC സപ്പോർട്ട് ഉണ്ട്. ഇത് തന്നെ ഒരേ പേരിൽ 4 പോസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം. എല്ലാത്തിനും 0 തൊട്ട് 1 ഇയർ ആണ് പറയുന്ന എക്സ്പീരിയൻസ്. അതായത് നിങ്ങൾക്ക് പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. സപ്പോസ് നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ VKYC സപ്പോർട്ട് എന്നുള്ള ഫസ്റ്റ് ഞാൻ എടുത്തു. ഇപ്പം VKYC ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്തു. ഇപ്പൊ ഇവിടെ വന്ന് SBI കാർഡിന്റെ ഇത് കാണിച്ചിട്ടുണ്ട്. അസോസിയേറ്റ് VKYC സപ്പോർട്ട് എന്ന് ചെന്നൈ ഇന്ത്യ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇത് ചെന്നൈയിൽ ഇന്ത്യ ആണെങ്കിലും വർക്ക് ഫ്രം ഹോം ജോബ് ആണ്. നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എബൌട്ട് ദ കമ്പനി, SBI കാർഡ് ഈസ് എ ലീഡിംഗ് പുവർ പ്ലേ ക്രെഡിറ്റ് കാർഡ് ഇഷ്യർ ഇൻ ഇന്ത്യ. ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഓഫറിംഗ് എ വൈഡ് റേഞ്ച് ഓഫ് ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ്. ഈ കാര്യങ്ങളൊക്കെയാണ് വിച്ച് ഈസ് ഇറ്റ് ഫോർ യു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. റെസ്പോൺസിബിൾ ഫോർ റോൾ പർപ്പസ്, റെസ്പോൺസിബിൾ ഫോർ ഇവിടെ പറയുന്നുണ്ട്. റോൾ പർപ്പസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കണം. ഇത് നോക്കിയിട്ട് ഈ ഒരു തരത്തിൽ നിങ്ങളുടെ ബയോഡേറ്റ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ നോക്കിയിട്ട് ഇതുപോലെ ബയോഡേറ്റ അപ്ഡേറ്റ്, നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്തേ നിങ്ങൾ അപ്ലോഡ് ചെയ്യാവുള്ളൂ. മെഷർ ഓഫ് സക്സസ് ഇവിടെ പറയുന്നുണ്ട്. വർക്കിംഗ് നോളേജ് ഓഫ് എക്സൽ നിങ്ങൾക്ക് അറിയാമായിരിക്കണം കമ്പ്യൂട്ടറിൽ. അത് അത്ര ഇത് കമ്പൽസറി അല്ല, മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് അറിയാവുന്നതല്ല. അത് കണക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ദ ബേസിക് KYC റെഗുലേറ്ററി കംപ്ലൈൻസ് ഫ്രെയിംവർക്ക്, അതായത് KYC കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന്റെ വർക്കുമായിട്ട് നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. ഇവിടെ കോമ്പറ്റീറ്റീവ് ക്രിട്ടിക്കൽ ടു ദ റോൾ പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ, നിങ്ങൾ BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളെല്ലാം വായിച്ചു നോക്കുക. തീർച്ചയായിട്ടും ഗ്രാജുവേറ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ ഗ്രാജുവേറ്റ് പാസ്സായോ തീർച്ചയായിട്ടും ഇതിനകത്തെല്ലാം മാച്ചിങ് ആയിരിക്കും നിങ്ങൾ ഇവിടെ അപ്ലൈ. ഇവിടെ താഴെ വരുമ്പോഴത്തേക്ക് പോസ്റ്റിംഗ് ഡേറ്റ് പറയുന്നുണ്ട്. 18 മെയ്യിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ബിഫോർ, അതായത് ജൂൺ 30 മുന്നേ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യണം. ഇവിടെ ബാക്കി എവിടൊക്കെ ഇതിന്റെ വേക്കൻസി ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ അപ്ലൈ നൗവിൽ നിന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കണം. ഇമെയിൽ ID കൊടുത്ത് ഐ എഗ്രിയിൽ ക്ലിക്ക് ചെയ്യണം. ഐ എഗ്രി ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നെക്സ്റ്റിൽ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ എന്റെ ഇമെയിൽ ID കൊടുക്കുകയാണ്. ഞാൻ തോമസ് തന്നെ ഇത് കൊടുത്ത് ഇവിടെ ഐ എഗ്രി വിത്ത് ദ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ നെക്സ്റ്റിൽ പോയി. അപ്പൊ ഇവിടെ OTP വരും. എന്റെ ഇമെയിൽ ഞാൻ നോക്കുകയാണ് OTP വന്നോന്ന്. ഇവിടെ ഞാൻ എന്റെ ഇമെയിൽ ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ വന്ന് കൺഫേം SBI കാർഡ് HR എന്നുള്ള ഇമെയിലാണ് എനിക്ക് വന്നത്. ഇവിടെ പറയുന്നുണ്ട് OTP 814019 814019 എടുത്ത് ഞാൻ വെരിഫൈ ചെയ്ത്. അപ്പം വെരിഫൈ ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ ആ കാര്യങ്ങളൊക്കെ ഇത് ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, നേരത്തെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഡെമോ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഈ ഡീറ്റെയിൽ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും കാണിക്കത്തില്ല. നിങ്ങളുടെ ലാസ്റ്റ് നെയിം കൊടുക്കണം, ഫസ്റ്റ് നെയിം കൊടുക്കണം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ടൈറ്റിൽ കൊടുക്കണം. മിസ്സാണോ, മിസ്റ്റർ ആണോ, ഡോക്ടർ ആണോ, ഏതാണെന്ന്. ഇവിടെ മിഡിൽ നെയിം ഉണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ എന്നെ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ബ്ലാങ്ക് ആണെങ്കിൽ ഇവിടെ ഇമെയിൽ ID നിങ്ങളുടെ അത് ബൈ ഡിഫാൾട്ട് വന്ന് ഞാൻ എൻ്റെ ഫോൺ നമ്പർ നേരത്തെ കൊടുത്തതുകൊണ്ട് ബൈ ഡിഫാൾട്ട് വന്ന് ഇവിടെ അഡ്രസ് വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ നെക്സ്റ്റിൽ പോകണം. 1, 2, 3, 4 പേജ് വരും. 4 പേജ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ബയോഡാറ്റ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യണം, സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യണം. ഇപ്പം ഗ്രാജുവേറ്റിന് വളരെ നല്ല പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.